ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ ദിലുവിനും ഐഷുവിനും സ്കൂൾക്കുള്ള സാധനങ്ങൾ എടുക്കുന്ന വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഐഷുവിനെ ഫസ്റ്റിൽ സ്കൂളിൽ ചേർക്കുകയാണ് LKG. അപ്പോൾ അവളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിലാട്ടോ. അപ്പോൾ ഞങ്ങൾ കയറിക്കണത് പെരിന്തൽമണ്ണ 199 രൂപയുടെ അത് സാധനങ്ങളും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഒരുവിധമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ആ 199 രൂപയുടെ ഏതെടുത്താലും പിന്നെ 5, 10 അങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ 10 രൂപക്ക് 3 സാധനങ്ങൾ അങ്ങനെയൊക്കെ കിട്ടുന്ന കടയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല ക്വാളിറ്റി കൂടിയ സാധനങ്ങളുണ്ട്. 10 രൂപക്ക് 1 കിട്ടണത് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ 10 രൂപക്ക് 3 കിട്ടണ അങ്ങനത്തെ പെൻസിൽ, കട്ടർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ 20 രൂപക്ക് കിട്ടണുള്ളതുണ്ട്. അപ്പോൾ ഇവർ എടുക്കുന്നത് അത്യാവശ്യം നല്ലത് തന്നെ ആയിക്കോട്ടെ. ഒരു വർഷം മൊത്തം ഉപയോഗിക്കാനുള്ളതല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാമെന്ന് കരുതിയിട്ട് 20 രൂപയുടെയാണ് കേട്ടോ എടുക്കുന്നത്. കട്ടർ, അതുപോലെ തന്നെ സ്കെയില്, ബോക്സ്, പിന്നെ അങ്ങനെയൊക്കെ ഉള്ളത്. ഈ ബോക്സിന് 30 രൂപയാണ് കേട്ടോ. 30, 35 അങ്ങനെ ആ റേറ്റിലാണ്. പിന്നെ അതിലും കൂടുതലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതായത് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് ബോക്സ് അല്ല, പ്ലാസ്റ്റിക്കിൻ്റെ. അതുപോലെ തന്നെ ഈ ഒരു സ്കെയില്, കട്ടർ, റബ്ബർ ഇതൊക്കെ 20 രൂപയുടെയാണ് കേട്ടോ. അപ്പോൾ ഐഷു ഒരു കൊട്ട എടുത്തിട്ടുണ്ട്, ദിലു ഒരു കൊട്ട എടുത്തിട്ടുണ്ട്. രണ്ടാളും അവരവരുടെ സാധനങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള കുറച്ച് ഐറ്റംസ് ഇങ്ങനെയുള്ളതൊക്കെ. പിന്നെ നോട്ട് ബുക്ക്, അതുപോലെ തന്നെ ബാഗ്, യൂണിഫോം, ഇത്രയും സാധനങ്ങൾ നമ്മൾ വേറെ ദിവസം എടുക്കാമെന്നിട്ട് കരുതിയിരിക്കണം. ബാക്കിയുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കടലാസ് പെൻസിൽ, അതുപോലെ തന്നെ സ്കെയില്, റബ്ബർ, കട്ടർ, പിന്നെ അതുപോലെ തന്നെ ചോറ്റും പാത്രം, കൂട്ടാൻ പാത്രം, പിന്നെ അതേപോലെ തന്നെ ഐഷുവിന് അവിടുന്ന് കഴിക്കാനുള്ള ചോറ്റും പിന്നെ പ്ലേറ്റ്, പിന്നെ അതുപോലെ തന്നെ 10 രൂപക്ക് ഒരു സ്കെയിൽ കിട്ടണത്, അതുപോലെ തന്നെ 10 രൂപക്ക് പെൻസിൽ കിട്ടണത്, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 20 രൂപയുടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 3 എണ്ണത്തിന് 10 രൂപ കിട്ടുന്ന പെൻസിലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പാൽ കുടിക്കാനുള്ള ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഐഷു തന്നെ ഒറ്റക്കോളം കൊട്ട താങ്ങി പിടിച്ച് നടക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വെള്ളം ബോട്ടിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഐഷുവിന് ആദ്യം ഇതുപോലൊരു കുപ്പി എടുക്കാമെന്ന് ഞാൻ കരുതിയിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. പക്ഷേ ഓള് പിന്നെ അത് മാറ്റാമെന്നൊക്കെ പറയുന്നുണ്ട്, വാട്ടർ ബോട്ടിൽ എടുക്കാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കുപ്പി എടുത്തിട്ടുണ്ട്. ചിലപ്പം പോണീൻ്റെ ഉള്ളിൽ ഓള് മാറ്റാനും സാധ്യത ഉണ്ട് കേട്ടോ, വാട്ടർ ബോട്ടിലാക്കാനും സാധ്യത. വാട്ടർ ബോട്ടിൽ പറയുമ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു പൈപ്പൊക്കെ കഴുകാൻ റിസ്ക് ആയിക്കാരം ഞാൻ അവളോട് പറയുന്നൊക്കെ ഉണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പാലിന് നമ്മൾ ഗ്ലാസ് ആക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പം വെള്ളത്തിനുള്ള വാട്ടർ ബോട്ടിൽ തന്നെ എടുക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മഴവില്ലിൻ്റെ കളർ ഉള്ള പെൻസിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം അതിന് 10 രൂപയാണ്. പിന്നെ ഇതിൽ ഫയൽ എടുക്കാൻ കേട്ടോ, അതായത് പോലെ A4 ഷീറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടാൻ വേണ്ടി. അപ്പോൾ ഐഷുവിന് ഞാൻ ചോറ് വയ്ക്കാൻ അങ്ങനത്തെ ഒരു പ്ലേറ്റാട്ടോ എടുത്തത്. കൂട്ടാനും എല്ലാം ഇടാൻ പറ്റണേ. നമ്മൾ കുട്ടികൾക്കൊക്കെ വീട്ടിൽ അങ്ങനത്തെ വാങ്ങിക്കൊടുക്കലുണ്ട്. ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല, അവൾക്ക് എപ്പോഴാണ് വാങ്ങിക്കൊടുക്കുന്നത്. പിന്നെ 20 രൂപയുടെ സാധനം, 10 രൂപയുടെ സാധനമൊക്കെ ഇവിടെ ഞാൻ എഴുതി തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് റബ്ബറാണ്, പല കളറിലുള്ള റബ്ബറുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള റബ്ബറുകളാണ്. അതും ഇതിലും ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ റോസ് കളറിലുള്ളത് ഐഷു ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഐഷുവിന് സ്നാക്സ് കൊണ്ടുപോകാനുള്ളൊരു പാത്രമായിട്ട് എടുക്കുന്നത്. LKG ഇതിൽ സ്നാക്സ്. അപ്പം ഞാൻ ഇവിടെ 50 രൂപയ്ക്കുള്ള സ്റ്റീലിൻ്റെ സ്നാക്സിൻ്റെ അത്ര ഏകദേശം ചോറ്റും പാത്രത്തിൻ്റെ അത്ര വലിപ്പം ഉണ്ടേനും 50 രൂപയ്ക്കുള്ളൂ. പിന്നെ കൂടിയ ഐറ്റംസ് ഉണ്ട്. ഓൾക്ക് ഞാൻ സ്നാക്കിനല്ല. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിനേക്കാൾ നല്ലത് സ്റ്റീലല്ലേ കരുതിയിട്ട്, വലിയ ക്വാളിറ്റിയുള്ള സ്റ്റീലൊന്നും അല്ല, എന്നാലും പ്ലാസ്റ്റിക്കിനേക്കാൾ എന്തായാലും ബെറ്ററല്ലേ എഴുതിയിട്ട് അങ്ങനെ എടുത്തു കേട്ടോ. പിന്നെ സ്പൂണുകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ചെറിയ കൂട്ടാൻ പാത്രം, നമ്മളെ ചോറ്റും പാത്രത്തിൻ്റെയൊക്കെ അതേപോലെ തന്നെ കണ്ടത് കൊണ്ട് കൂട്ടാൻ പാത്രം ഉണ്ട്. അപ്പോൾ അത് രണ്ടാക്കും ഓരോന്നിടത്ത്. ഐഷുവിനും ഇനിയിപ്പോൾ വല്ല കിഴങ്ങ് പൊരിച്ചതോ മുട്ട പൊരിച്ചതോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ പറ്റുമല്ലോ. അപ്പം പിന്നെ അവൾക്കൊരു സ്പൂൺ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഞാൻ കാര്യമായിട്ട് നമ്മളതിലും മുസ്തഫയൊക്കെ ചെറിയ കുട്ടികളതിൽ നിന്ന് സ്നാക്ക് എന്തെങ്കിലും കൊടുത്തയക്കുകയാണെങ്കിൽ കാര്യമായിട്ട് അവൽ, അതേപോലെ തന്നെ അവലും പഴവും അല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കിയത് അങ്ങനെയൊക്കെ ഉള്ളതാട്ടോ. അപ്പോൾ ഓള് ചിലപ്പോൾ വാരി കഴിക്കാൻ ചിലപ്പോൾ ഞാൻ വാരി കൊടുക്കലില്ല. അപ്പം ഇനി ഓള് സ്പൂൺ കൊണ്ട് കഴിക്കേണ്ടി വരും വിചാരിച്ചിട്ട് അതാണ് കേട്ടോ. എന്തായാലും ഈ ബേക്കറി അത് ഇത് അതിനേക്കാളൊക്കെ നല്ലത് എന്തെങ്കിലും ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ. അത് കഴിഞ്ഞിട്ട് ദിലു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ജസ്റ്റ് നോക്കാം കേട്ടോ. ഓളടുത്ത് പിന്നെ കഴിഞ്ഞ വർഷത്തെ മുസ്തഫാൻ്റെത് ഉണ്ട്. അപ്പോൾ ഓൾ അതിനെ മതിയാണ്, എന്നാലും ഓൾ വെറുതെ ഇങ്ങനെ കണ്ടപ്പോൾ നോക്കിയത്. അപ്പോൾ ഐഷുവിന് ഞാൻ നല്ലൊരു സ്പൂൺ വാങ്ങിയിട്ട് ഇതുപോലെ ഒരു കുടുത്തൊക്കെയുള്ള ഓൾക്ക് ഇനി ഉപ്പുമാവ് അവലൊക്കെ കോരി കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഓൾ അതൊക്കെ എടുക്കണ ഓൾ തന്നെ കൊട്ടയ്ക്ക് ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓൾക്ക് പിടിച്ച് നടക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നെ തരുന്നുണ്ട്. പിന്നെ ഇതൊരു ഷീറ്റ് വാങ്ങിയതാണ് നമ്മളതിൽ. ഇത് എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഇതിൽ എഴുതി വെക്കാനാണെന്നും പറഞ്ഞിട്ട് ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഒരു ഇൻട്രസ്റ്റൊക്കെ പഠിക്കൽ തുടങ്ങിയാൽ ഉണ്ടായാൽ മതിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐഷുവിന് ക്രയോണ്, കളർ അങ്ങനെയുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇവിടെ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മളെ ഒരു മുനിസിപ്പാലിറ്റി റോഡിൻ്റെ മുന്നിലാണ് പെരിന്തൽമണ്ണ 199 രൂപയുടെ. അതിൽ അങ്ങനെ പേരാണെങ്കിൽ കൂടി വലിയ വലിയ സാധനങ്ങൾക്കൊക്കെ ഈ 199 ബക്കറ്റ് കൊട്ടങ്ങൾ ഇങ്ങനെയുള്ളതിനൊക്കെ നല്ല ലാഭാട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ വലിയ നമ്മൾ ഈ സ്റ്റാളിലൊക്കെ പോയാൽ കണ്ടിട്ടില്ല, നല്ല നീളത്തിൽ ഇങ്ങനെയൊക്കെ നിരത്തി വെച്ചിക്കുക, അതേപോലെ അങ്ങനെ വെച്ചിരിക്കണം കേട്ടോ. എന്തായാലും ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ അങ്ങനെ വരലുടത്തിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ ഒരു സ്കൂൾ തുറക്കുന്ന ഞങ്ങൾ ലാസ്റ്റ് കായപ്പളക്കിനാട്ടോ വന്നത്. പിന്നെ ഇതൊക്കെ 10 രൂപക്ക് 3 പേന കിട്ടുന്നത് അങ്ങനത്തെ ഒക്കെ ഇതാണ് കേട്ടോ. കളറ് അതേപോലെ തന്നെ പേന അങ്ങനെയുള്ളതൊക്കെ 10 രൂപക്ക് 3 കിട്ടും. അപ്പം ഐഷുവിന് പേനയുടെ ആവശ്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ജസ്റ്റ് അപ്പോൾ എടുത്തതാണ്. ഇനിയിപ്പോൾ അഥവാ വേണമെങ്കിലോ 3 രൂപക്ക് 10 കിട്ടില്ലേ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാട്ടോ. പിന്നെ ഓൾ അങ്ങനെ ആ കുപ്പി മാറ്റി ഓൾ വാട്ടർ ബോട്ടിൽ തന്നെ ആക്കി. ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ആകുമ്പോഴേക്കിനും ഓൾ അത് തന്നെ ആക്കും, കാരണം ഓൾ ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ട് നോക്കണുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓല് എടുത്തത് നമ്മൾ സ്റ്റേപ്ലർ പിന്നും അതുപോലെ തന്നെ സ്റ്റേപ്ലയറും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പേനയുടെ നീല കളറ് നോക്കുന്നുണ്ട് അടപ്പുള്ളത്. പിന്നെ അതേപോലെ തന്നെ കളറ് ക്രയോണ്, പിന്നെ അതേപോലെ സ്കെച്ച് അങ്ങനെയുള്ളതൊക്കെ 1-2 ഓല് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ എന്താണ് പാൽ കുടിക്കാനുള്ള ഗ്ലാസ്സൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കേട്ടോ. അത് കഴിഞ്ഞിട്ട് നെയിൽ സ്ലിപ്പ് നോക്കി, പക്ഷെ അത് നോക്കുമ്പോൾ ഒക്കെ ബോയ്സിൻ്റെ ഫോട്ടോകളുണ്ട്, അവിടുന്ന് എടുത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ബില്ലാക്കാൻ വെച്ച സമയത്ത് ഐഷു അവിടുന്ന് ഒരു ഡിറ്റർജൻറ്റിൻ്റെ ഇതൊക്കെ ഒരു ഇതെടുത്തപ്പോൾ ഞാൻ അവളോട് അവിടെ തന്നെ വെക്കുകയെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെ കുട ഉണ്ട്, കുടയുടെ സെക്ഷനിൽ പോയിക്കണം. അപ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ നിർത്തി നോക്കുക കേട്ടോ. അപ്പോൾ ഐഷു ആ മഞ്ഞ കളറുള്ള എടുത്ത്, പിന്നെ ദിലുവിന് ഈ ഒരു കളറുള്ളതാട്ടോ എടുത്തത്. ഐഷുവിൻ്റെ 150 രൂപ വന്നു, ദിലുവിൻ്റെ 250 രൂപയാണ് കേട്ടോ കുടക്ക്. എന്നാലും അത്യാവശ്യം കണ്ടാൽ നല്ല കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള കുട തന്നെയാണ്. അങ്ങനെ അത് എടുത്തു കേട്ടോ. അതിൻ്റെ അകത്ത് സിൽവർ കോട്ടിങ് വരുന്നതിന് 250, സിൽവർ കോട്ടിങ് വരാത്തിന് 150 രൂപയല്ലോ കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നല്ല തുണി ഇതാണ് തോന്നിയപ്പോൾ ദിലുവിനും അത് കൊടുത്തു, ഐഷുവിന് 150 രൂപ. അതിൻ്റെ അകത്ത് സിൽവർ കോട്ടിങ് വരില്ല കേട്ടോ, അത് പോപ്പിക്കുടൻ്റെ തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഇവൽക്കൊക്കെ ഒരു വർഷമൊന്നും കുട പോകുന്നുണ്ടാവില്ല മിക്കവാറും, കാരണം ഐഷൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ബാലവാടിക്ക് വാങ്ങിയിട്ട് ആദ്യം അതിൻ്റെ കമ്പി ഇങ്ങോട്ട് കേടെത്തി കേട്ടോ. പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് പോന്നു. പിന്നെ അതിൻ്റെ കുറച്ച് അപ്പുറത്തു നിന്നാണ് പിന്നെ നമ്മൾ എടുക്കുന്നത്. അവിടുന്ന് A4 ഷീറ്റ്, അതുപോലെ തന്നെ ദിൽഷക്കുള്ള കളറുകൾ കുറച്ച് നല്ലത് നോക്കിയിട്ട്, പിന്നെ നെയിം സ്ലിപ്പ് അവിടുന്ന് കിട്ടിയിരുന്നില്ലല്ലോ, അപ്പോൾ ഫ്ലവറിൻ്റെയൊക്കെ ഉള്ള നെയിം സ്ലിപ്പ് അങ്ങനെയൊക്കെ അവൾ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ, മാറ്റി വെച്ചിട്ട്. പിന്നെ ഇത് എല്ലാ കളറുള്ള ഒരു ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലിസ്റ്റിലൊക്കെ കാര്യപ്പെട്ട് എഴുതി കൊടുക്കണം. ഐഷു പിടിച്ച് കയറുകയും ചെയ്തിട്ടോ വണ്ടി പോകുന്ന സമയത്ത്. ദിൽഷ വാങ്ങാനുള്ളൊക്കെ ഒരു ലിസ്റ്റിൽ എഴുതി കൊടുക്കുന്നൊക്കെയാണ്. പിന്നെ ഇത് ഓൾക്ക് പൗച്ച് വാങ്ങിയതാണ് കേട്ടോ. ആ ഒരു കളർ എനിക്ക് നല്ല ഭംഗി തോന്നിട്ടോ. ഇതിലൊരുപാട് സാധനങ്ങൾ കൊള്ളുന്നുണ്ട്, നല്ല നീളമുണ്ട്, ഒരു പാകത്തെ വീതി കേട്ടോ. അതിലൊരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്ന് എടുക്കണ മേശമ്മ കൊടുന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. നെയ് സ്ലിപ്പ് അതുപോലെ തന്നെ പൊതിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ ഇത് ഓള് പറഞ്ഞത് എന്തോ ഒരു പേര് പറഞ്ഞു, എനിക്ക് പേര് കിട്ടണില്ല. അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട ഇതൊക്കെ നമ്മൾ പുസ്തകത്തിൽ അടയാളപ്പെടുത്താനാന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാനുള്ളത് നോട്ട് ചെയ്യാനാ പോയിന്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കാര്യപ്പെട്ടൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ സ്റ്റേറ്റ് ഐശ്വര്യ സ്റ്റേറ്റ്. അപ്പോൾ ദിൽഷ ഈ ലിസ്റ്റൊക്കെ ഉണ്ടാക്കിക്കണത് യൂട്യൂബിൽ ഓരോ വീഡിയോസുകൾ കണ്ടിട്ട് ഓരോ ചാനലിൽ കണ്ടിട്ട് അതിൽ ഓല് വാങ്ങിയതൊക്കെ കൂടെ എഴുതി ഉണ്ടാക്കി കേട്ടോ. ഞാൻ അവളോടാണ് യൂട്യൂബ് കണ്ടിട്ടൊന്നും വാങ്ങാൻ പോയാൽ മുതലാവില്ലാണ്ട്. അപ്പോൾ നമ്മൾ ഒക്കെ ആവശ്യമുള്ള തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാട്ടോ. ഇനി നമുക്ക് ഏകദേശം ഞങ്ങൾ കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഇതൊക്കെ എടുത്തത്, അതുകൊണ്ട് സമയം ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ നോട്ട് ബുക്ക് അതേപോലെ തന്നെ യൂണിഫോം ബാഗ് ഈ 3 സാധനങ്ങളും ഇനി എടുക്കാണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ എടുക്കണില്ല, അത് നാളെ മറ്റന്നാളായിട്ട് അങ്ങനെ എടുക്കാമെന്നാണ് കരുതണ്. അപ്പോൾ അവളിങ്ങനെ പോകുന്ന സമയത്ത് വേറൊരു പൗച്ചും കൂടി കണ്ടപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കിയതാട്ടോ. അപ്പോൾ എനിക്കിത് ഇഷ്ടമായില്ല, ആദ്യത്തെ തന്നെ മതിയാണ് ഓളോട്. പ്ലെയിനായി അയിമൊക്കെ മാഷി ഇതൊക്കെ ആവുന്നിട്ട് പിന്നെ ഓളത് ആദ്യം എടുത്ത് തന്നെ എടുത്തു, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് പുതിയ ഒരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മളെ സ്കൂളൊക്കെ തുറക്കുകയാണ്. എന്തായാലും എല്ലാ കൂട്ടുകാർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, സി യു.